ഹായ് ഹലോ മക്കളെ, എല്ലാവരും ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ആ, ഓണം എക്സാമിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചൊന്ന് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേണേ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുക, അതേ ഉള്ളൂ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ആ, മിസ്സിനെ അറിയാത്തവരുണ്ടോ? മിസ്സിനെ അറിയാത്തവരുണ്ടാവും അല്ലേ? ആ, എൻ്റെ പേര് ഹൃദ്യ എന്നാണ് കേട്ടോ. ഓക്കെ, ആ ശരി. നമുക്ക് സിക്സ്ത്തിലെ കേരള പാഠാവലി ആണെന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താ കേരള പാഠാവലിയിലെ കുറച്ച് പാഠഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചർച്ച ചെയ്ത് പോയത്, ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, മക്കള് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേടാ? സെറ്റ് അല്ലേ മക്കളെ? അല്ലേ? ഓക്കെ, എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കണം. ഓക്കെ, യെസ്. കുറച്ച് നമ്മളൊന്ന് ലെങ്ത്തിൽ പോകും, പക്ഷെ മിസ്സിൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ എക്സാം നല്ല ഉഗ്രനായിട്ട് എഴുതിയിട്ട് പോരാം. അല്ലേ മക്കളെ? യെസ്. ശരി, അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് എന്താടാ, ഉത്തരങ്ങൾ എങ്ങനെ എഴുതണേ എന്നുള്ള കാര്യം ഒന്ന് ബ്രീഫ് ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ കഥാപാത്ര നിരൂപണം തുടങ്ങാം. കഥാപാത്ര നിരൂപണം എന്താ അറിയാമോ? നമ്മൾ സ്ഥിരം കുറേ പ്രാവശ്യം എഴുതി വന്നിട്ടുള്ളതാണ്, മക്കൾക്ക് പരിചിതമാണ്, വലിയ കാര്യമൊന്നുമില്ല. എന്തൊക്കെ വേണം അതിൽ? കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കാം. ഓക്കെ, അതെന്തിനാണ് മക്കളെ? നമ്മൾ ആരെ പറ്റിയിട്ടാണ് എഴുതണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? നമുക്ക് ആ പേര് കൊടുക്കുന്ന തലക്കെട്ട് കൊടുക്കാം. ഏത് ക്യാരക്ടറും ആയിക്കോട്ടെ, നമുക്ക് ആ പേര് തലക്കെട്ടായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പരിചയപ്പെടുത്തണം. ഏത് കഥ, ഏത് കവിത, ആരാണ് ഇയാളെന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, നമ്മളെങ്ങനെയാണ് നമ്മളെ സ്വയം പരിചയപ്പെടുത്തുന്നത്? നമ്മുടെ പേര് പറയും, എവിടെ നിന്നാ വന്നേന്ന് പറയും അല്ലേ? നമ്മുടെ കുറച്ച് വിശേഷണങ്ങളൊക്കെ പറയും, അതല്ലേ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയാറില്ലേ മക്കളെ? യെസ്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെടുത്തുക? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ, ഒന്ന് നോക്കട്ടെ. എന്താ പറയാ? എൻ്റെ പേര് എന്നതാണ് അല്ലേ, ഞാൻ ഇവിടെ നിന്നാണ് വരണേ അല്ലേ? ആ അല്ലേ മക്കളെ? ഒന്ന് അയച്ചോ. അപ്പോഴത്തേക്കും മിസ് അടുത്ത കാര്യം പറയാം. എന്താണ്? കഥാപാത്രത്തിന്റെ പൊതു സ്വഭാവം ചർച്ച ചെയ്യണം. നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇന്നതാണ് ഇഷ്ടം, ഇന്നതാണ് എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങൾ, ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യാറെന്ന് പറയില്ലേ? അതുപോലെ ഈ കഥാപാത്രം നടത്തുന്ന അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊന്ന് നോക്കണം. അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പറയണം. ഓക്കെ, പിന്നെ അതുകൂടാതെ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ, രൂപഭാവം എന്നിവയൊക്കെ നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ സവിശേഷതകളാണെന്ന് പറയുമ്പോൾ, ആ കഥയിൽ അല്ലെങ്കിൽ കവിതയിൽ അവരെന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? ഇപ്പൊ നമ്മൾ ചട്ടിപ്പത്തിരി എന്നുള്ള ഇത് പഠിച്ചില്ലേ? അതിലൊക്കെ ആണെങ്കിൽ ആ ഉമ്മയുടെ ക്യാരക്ടറാണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ? വളരെ എന്താണ്, പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിഭവം ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പറ്റിയിട്ട് എഴുതണം അല്ലേ? പിന്നെ കഥയിലെ കഥാപാത്രങ്ങളുള്ള സ്ഥാനം, പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, അങ്ങനെ കൂടി പറയണം. അതായത് ആ കഥാപാത്രം ഒറ്റയ്ക്കല്ലോ നിൽക്കണേ അല്ലേ? അവർ പല ആളുകളുമായിട്ട് ഇടപെടുന്നവരാണ്. അപ്പൊ അവരെങ്ങനെയാണ് പറഞ്ഞെന്നുള്ളത് കൂടി ഉൾപ്പെടുത്തണം. എല്ലാവരും പേരെ കിട്ടും അല്ലേ? ഓക്കെ, കണ്ടു കേട്ടോ മിസ്. ശരി, ഇനി ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാ പറഞ്ഞേ? മെയിൻ പോയിന്റ് എന്തായിരുന്നു? എവിടെ നിന്നാണ് അവർ വന്നതെന്ന് പറയണം. കഥയാണോ, ലേഖനമാണോ, കവിതയാണോ പറയണം. എഴുതിയ ആളുടെ പേരൊന്ന് ഓർത്തെടുക്കണം. മക്കൾക്ക് മിക്കവാറും ഇത് അത്ര ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നിരുന്നാലും സാധ്യതയുണ്ട്. ഓക്കെ, വിട്ടുകളയണ്ടല്ലോ നമുക്ക്. ഓക്കെ, നമുക്ക് ഒരു മാർക്കും വിട്ടുകളയണ്ട, നമുക്ക് ഫുള്ളാണ് വേണ്ടത് അല്ലേടാ? യെസ്. ശരി, ഇനി കഥാപാത്ര നിരൂപണം കഴിഞ്ഞാൽ ഉപന്യാസം ഒരു മുഖ്യമായിട്ടുള്ള കാര്യമാണ്, മക്കൾക്കറിയാം. മിസ് ഒന്ന് ഓടിച്ച് കാര്യം പറയാം, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് വരും. ശരി, ഉപന്യാസം എഴുതുമ്പോൾ എന്ത് വേണം മക്കളെ? നമ്മളൊരു തലക്കെട്ട് കൊടുത്തു. തലക്കെട്ട് നല്ല ഭംഗിയായിട്ട് എഴുതണം. തലക്കെട്ടിൽ അധികം സമയം കളയരുത്. കിട്ടിയില്ല എന്ന് വെച്ചാൽ വിഷയം തന്നെ എഴുതിക്കോ, പ്രശ്നമില്ല. തലക്കെട്ട് ആലോചിച്ചോ, മിസ് പറഞ്ഞിട്ടുണ്ട് നല്ല രസമുള്ള തലക്കെട്ട് വേണം എന്ന് പറഞ്ഞ് പരീക്ഷാളിന് സമയം കളയരുതോ? ഇല്ല, ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിന് സമയം പോകുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്നില്ലെങ്കിൽ തലക്കെട്ടിന് സ്ഥലം വിടാം, പിന്നെ എഴുതാമെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ വിഷയം തന്നെ എഴുതിക്കോ, പ്രശ്നമില്ല. ഇനി ആമുഖം എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ആ ഉപന്യാസത്തിലേക്ക് ആളുകളെ പിടിച്ചിരുത്താൻ കൽപ്പുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കണം, കുഞ്ഞു പാരഗ്രാഫ്. ഓക്കെ, മക്കൾക്ക് വലിയ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ ചോദിക്കാം. മക്കൾ എഴുതിയിട്ടുണ്ട്, പരിചിതമാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും എങ്ങനെയാണ്, ഒരു പാരഗ്രാഫ് മതി, അത് മതി കേട്ടോ. ആമുഖത്തിന്റെ വലിപ്പം എന്ത് മതി? ഒരു കുഞ്ഞു പാരഗ്രാഫ് മതി. ഓക്കെ, യെസ്. പിന്നെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ മെയിൻ പോർഷൻ ആണ്. നമ്മൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുഖ്യമായിട്ടുള്ള ഭാഗം അതാണ്.
നമ്മൾ എന്ത് വിഷയം ആയിക്കോട്ടെ, മക്കളൊരു വിഷയം പറഞ്ഞേ. ഇപ്പോൾ ഏത് വിഷയ നോക്കട്ടെ. ആ ഇപ്പൊ കഴിഞ്ഞത് എന്തായിരുന്നു? ലോകകപ്പ് കഴിഞ്ഞു അല്ലേ? ലോകകപ്പ് കഴിഞ്ഞില്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം പലതുമായിരിക്കും. അർജന്റീന ഫാൻസ് ഉണ്ടായിരുന്നു, പോർച്ചുഗൽ ഉണ്ടായിരുന്നു. അവസാനം സ്പെയിൻ അങ്ങോട്ട് കപ്പടിച്ചു അല്ലേ? അപ്പൊ ലോകകപ്പിനെ പറ്റിയിട്ടാണ് എന്നോട് ഉപന്യാസം എഴുതാൻ പറയണേന്ന് വെക്കുക. യെസ്, അർജന്റീന. ഞാൻ മിസ്സിന് അങ്ങനെ ഫേവറേറ്റ് ടീമൊന്നും ഉണ്ടായിരുന്നില്ല, കളി ആസ്വദിക്കുന്ന ഒരാൾ മാത്രമായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ എന്താണ്, വേൾഡ് കപ്പ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട്, ലോകകപ്പിനെ പറ്റിയിട്ട് എഴുതുകയാണെങ്കിൽ ലോകകപ്പിനെ പറ്റി എന്തൊക്കെ പറയാടാ? ലോകകപ്പിന്റെ തലക്കെട്ട് കൊടുക്കാം അല്ലേ? എന്താണ്, കാൽപന്ത് വിസ്മയങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കാം. കാൽപന്ത് വിസ്മയം ഈ 2026 അല്ലേ? അതിനെ പറ്റിയിട്ടാണ് കൊടുക്കാം. അപ്പൊ 4 കൊല്ലങ്ങൾ കൂടി നടക്കുന്ന ഒന്നാണ് ലോകകപ്പ്. ഇന്ന രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യണം? ആദ്യം ക്വാളിഫൈഡ് ആവണം അല്ലേ? നമ്മൾ ഫിഫ ഇതിന് ക്വാളിഫൈഡ് ആയി, ഇത്ര ടീമുകൾ പങ്കെടുത്ത ഒരു ലോകകപ്പായിരുന്നു എന്ന് പറഞ്ഞു. ഉള്ളടക്കത്തിൽ എന്തൊക്കെ വരാം? ഇത്ര അധികം മാച്ചസ് ആണ് നടന്നത്, വളരെ ഗംഭീരമായിട്ടുള്ള മാച്ചുകൾ സമ്മാനിച്ചുകൊണ്ട് പുതിയ താരങ്ങളുടെ പിറവി ഒക്കെ ഇതിൽ സാധ്യമായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ രസമായിട്ട് എഴുതാം. ഉള്ളടക്കം എന്തോരം വേണമെന്നാ പറഞ്ഞിട്ടില്ലേ? 2-4 പാരഗ്രാഫ്, അതായത് കുറച്ചൊരു 2-3 പാരഗ്രാഫ് മാക്സിമം. ഓക്കെ, കിട്ടിയോ മക്കളെ? ഓർമ്മ കിട്ടിയോളോ? ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, ശരി. ഇനി ഉപസംഹാരം. ഓക്കെ, ഉപസംഹാരം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ ആണ്. അത് നമ്മൾ എന്താണോ പറഞ്ഞു വെച്ചത് അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു കലാശക്കൊട്ടാണ് കൺക്ലൂഷൻ. അത് എന്താണോ പറഞ്ഞത് അതൊന്ന് ചുരുക്കി ഒന്ന് വിവരിച്ചാൽ കാര്യം സെറ്റാവും. ഓക്കെ, ഇതിലധികം വേവലാതി പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യത്തിൽ നിന്നേ വരുള്ളൂ. ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ മക്കൾക്ക് ഇഷ്ടമുള്ളൊരു ചോദ്യമായിരിക്കും ചിലപ്പോൾ, എന്താണ് ഡയറി എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ഡയറി എഴുതുന്നത്? ഇപ്പൊ മിസ് പറയാണ്, ഡയറി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്ത് ചെയ്യണം മക്കളെ? ഒരു പെട്ടിയിൽ വരയ്ക്കാനായിട്ട് നോക്കുക. പെട്ടി എന്ന് പറയുമ്പോൾ ആൻസർ ഷീറ്റിൽ നിങ്ങൾ എഴുതി വരുമ്പോൾ എങ്ങാനും ഒരു ഇത്രയും പോർഷനിലാണ് ഡയറി എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പേജിൽ വൃത്തിയായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഡയറിയൊക്കെ, കത്തും അങ്ങനെ തന്നെ, കാണാനൊരു ഭംഗി വേണം. ഡയറിയിൽ എന്ത് വേണം? നമ്മുടെ ഡേറ്റ് വേണം. ഡേറ്റ് ഇപ്പോൾ റാൻഡമായിട്ട് മിസ് കൊടുക്കുകയാണ്, 2/2/26 കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ എന്ത് വേണം? സ്ഥലം എഴുതണ്ട ഡയറിയിൽ അത് ആവശ്യമില്ല. പ്രിയപ്പെട്ട ഡയറി, ചിലർ അങ്ങനെ എഴുതും. ഡയറി ഒരു കൂട്ടുകാരിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പ്രിയപ്പെട്ട ഡയറി എഴുതാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു പെട്ടിയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞു പോർഷൻ ആയിട്ട് ഡയറി നിന്നോണം. വലിയ വിവരിക്കലൊന്നും ഡയറിയിൽ പാടില്ല. കാരണം ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള കാര്യമല്ല, നിരന്തരമായിട്ട് നടക്കുന്ന കാര്യമല്ല. ബട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നടന്നിട്ടുണ്ടാവും. ഞാൻ ഇന്നടിച്ച് ചെന്നപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഇപ്പോൾ നിങ്ങൾ കഴിച്ചൊരു ഫുഡിനെ പറ്റിയിട്ടാണ് ചോദിക്കണമെങ്കിലോ? അല്ലേ, നമ്മൾ പഠിച്ച പാഠഭാഗം ആദ്യം ഫുള്ള് ഫുഡായിരുന്നു. അപ്പോൾ ആലോചിച്ച് വെക്കുക, നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ പോയി. എവിടെ? കോഴിക്കോട് ബിരിയാണി കഴിക്കാനായിട്ട് പോയി. അപ്പോൾ മക്കൾ എങ്ങനെ എഴുതുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കഴിച്ച ആ ഫുഡിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. ഫുഡ് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ കോഴിക്കോട് ബിരിയാണിയാണ്. മിസ് കോഴിക്കോട് ബിരിയാണി കഴിച്ചിട്ടില്ല, അപ്പോൾ കോഴിക്കോടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതൂടാ? പ്രിയപ്പെട്ട ഡയറി, ഞാൻ ഇന്ന് കോഴിക്കോട് പോയി. കോഴിക്കോട് ബിരിയാണി കഴിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് എന്ത് പറ്റി? ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റി. നല്ല സ്വാദുള്ള ബിരിയാണി ആയിരുന്നു. അതിൻ്റെ വാസന കേട്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതും. അല്ലെങ്കിൽ ചുരുക്കമായിരിക്കും, കാര്യം എന്താണ്, പ്രത്യേകമായിട്ട് നടന്നത് എന്താണെന്ന് മാത്രം എഴുതും. തെറ്റല്ലേ? ഇതാണ് ഡയറി. ഒന്ന് മനസ്സിലുണ്ടാവണം. ഓക്കെ, കത്തൊന്ന് നോക്കാം. കത്ത് മക്കൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ബട്ട് കത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? എളുപ്പമാണ്, ഡയറി എഴുതുന്നതൊക്കെ പോലെ തന്നെ. ബട്ട് സ്റ്റിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കത്തിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തും? നമ്മുടെ പ്രിയപ്പെട്ട ആരാന്ന് വെച്ചാൽ പ്രിയപ്പെട്ട പേര് എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പൊ കത്തും ഞാൻ പറഞ്ഞ പോലെ ചുമ്മാ ഒരു കുഞ്ഞ് ബോക്സ് ആക്കാൻ സാധിച്ചാൽ നല്ലത്. ഓക്കെ, അപ്പോൾ കത്തിൽ എന്തൊക്കെ വരണം? ആദ്യം നമ്മൾ എന്ത് എഴുതും? ചില കത്തിൽ അഡ്രസ്സ് എഴുതണം എന്നുണ്ട്, പക്ഷെ അഡ്രസ്സ് എഴുതണം നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരി ആരാന്ന് വെച്ചാൽ എഴുതിയിട്ട് അവരെ പറയും അല്ലെ, പ്രിയപ്പെട്ടാന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും? നിനക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയാ? അല്ലേ, നിനക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ പറയാ? കൂട്ടുകാരിക്ക് എഴുതുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാ? അത് മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, കൂട്ടുകാരി എന്താ എഴുതി? നിനക്ക് സുഖമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി. അവസാനം എന്ത് കൊടുക്കണം? അതാണ് കത്തിലുള്ള പ്രത്യേകത. എന്താണ്? എന്ന് സ്നേഹത്തോടെ എന്ന് പറഞ്ഞ് എഴുതണം. എന്ന് സ്നേഹത്തോടെ നമ്മുടെ പേര്. ഓക്കെ, സ്നേഹത്തോടെ നമ്മുടെ പേര് എഴുതി ഒരു ഒപ്പം കിട്ടാം.
ഗംഭീരായി. കത്ത് ഇങ്ങനെയുള്ളൂ, ഇത്രയും ഒരു ഫോർമാറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനത്തെ കൂട്ടുകാർക്ക് എഴുതുന്ന കത്താണ്. നിങ്ങളുടെ പാഠഭാഗം പരിചയപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ യാത്രയൊക്കെ പറ്റിയിട്ട് കൂട്ടുകാരോട് പറയാനായിട്ടൊരു അതാണ് വരാൻ സാധ്യത. ഓക്കെ അല്ലേ മക്കളെ? കാര്യം പിടികിട്ടിയില്ലേ? ഓർമ്മ വന്നില്ലേ? കത്ത് നമ്മൾ നോട്ട്സിലൊക്കെ ഉണ്ട്, അതൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ സെറ്റാവും. ഡീൽ? യെസ്, ഓക്കെ. ശരി. ഇനി ഒരു സാധനം കൂടിയുണ്ട്, എന്താ അറിയാമോ? മുഖപ്രസംഗം. ഇത് മക്കൾക്ക് പരിചിതമാണോ ചോദിച്ചാൽ കണ്ടിട്ടുണ്ടാവും. അന്ന് ഇതാണ് പേരെന്നറിയാത്തതാണ്. പത്രം വായിക്കുന്നവരുണ്ടോ? ഉണ്ടോടാ? ഇല്ല. ഉണ്ടാവാൻ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ തുടങ്ങേണ്ട ശീലം. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പത്രം വായിക്കണം. ഓക്കെ, പത്രം വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിൽ പത്രം വരുത്തുണ്ടാവില്ല, പക്ഷെ സ്കൂളിൽ ഉണ്ടാവുമല്ലോ. സ്കൂളിൽ പറ്റാവുന്ന ദിവസമൊക്കെ ഒന്ന് പോയി വായിക്കാനായിട്ട് നോക്കുക. ചെയ്യുമോ? ഓക്കെ, ശരി. എന്താ അറിയാമോ, ഈ എഡിറ്റോറിയലൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മലയാളം നല്ല ശുദ്ധീകരിക്കപ്പെടും, നല്ല രസമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പേരിലുണ്ട് എഡിറ്റർ. ഒരു പത്രത്തിന്റെ എഡിറ്ററാണ് മെയിൻ ആൾ. അയാളാണ് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരാണ് നോക്കുന്നത്. അപ്പൊ എഡിറ്റർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ പറ്റി പറയുന്നതാണ് മുഖപ്രസംഗം. ഓക്കെ, മുഖപ്രസംഗം ആ വാക്ക് ഇനി കണ്ടിട്ടില്ല, പരിചിതമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാണ്, അതാണ് മുഖപ്രസംഗം. എഴുതേണ്ട രീതി എന്താ? നമ്മൾ ഉപന്യാസം പഠിച്ചില്ലേ മക്കളെ? സെയിം ആണ്, ഡിറ്റോ അത് തന്നെ. പക്ഷെ ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നം എന്താണെന്ന് മാത്രം പറയല് മാത്രമല്ല പറയുന്നുണ്ട്, പരിഹാര മാർഗങ്ങൾ പറയണം. അപ്പൊ അതിൽ ഡൗട്ട് തോന്നുകയാണ്, ഇത് എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഇപ്പൊ മിസ് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ റോഡിലുള്ള പ്രശ്നങ്ങൾ, റോഡിൽ കുഴിയാണ്, ഇന്ന അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞാൽ മാത്രം പോരാ, എങ്ങനെ പരിഹരിക്കാണ് റോഡിലെ പ്രശ്നങ്ങൾ? കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലേ, വ്യക്തമായിട്ട് റോഡിന് പ്ലാനിങ് നടത്തണം അല്ലേ, ഇനിയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് പറയണം. ഓക്കെ, യെസ്. മുഖപ്രസംഗം വളരെ സാധ്യത കുറവാണ് വരാൻ, എന്നാലും മക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, യെസ്. ഇത് വളരെ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് ഓൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, സെറ്റ്. ശരി, ഇത്രയുമാണ് നമുക്ക് പറയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ പാഠഭാഗത്തേക്ക് പോവാണ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണോ? ഓക്കെ ആണോ? ഡീൽ? ശരി, ആദ്യം നമ്മൾ പഠിച്ച പാഠഭാഗം എന്താണടാ? ഓർത്ത് നോക്കി. നമ്മൾ ഫുഡിന്റെ കാര്യമാണ് കൂടുതൽ നോക്കിയല്ലേ, അല്ലേടാ? യെസ്, അടുക്കള എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അടുക്കളയുടെ പ്രത്യേകത എന്താണ്? ഒരു കവിതയാണ് അല്ലേ, ഒരു ഗദ്യ രൂപത്തിലുള്ള ഒരു കവിതയാണ്. യെസ് യെസ്. എന്നാലും നമുക്ക് നോക്കാം. ടി.പി. രാജീവൻ എഴുതിയിട്ടുള്ളതാണ്. മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെല്ലാം ഈ ഭൂമിയിലുണ്ടെങ്കിലും വിശക്കുന്ന മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും നിലവിളി എങ്ങോ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഭൂമിയെയും എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു അടുക്കളയായി സങ്കല്പിച്ചുകൊണ്ട് ടി.പി. രാജീവൻ എഴുതിയ കവിതയാണ് അടുക്കള വിഭവങ്ങൾ ഒരുക്കുന്നത്. എന്താണ് അടുക്കള എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ കവിത രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ഒന്ന്, അടുക്കള, ശരിക്കുമുള്ള അടുക്കളയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കണേ? നമ്മുടെ അമ്മമാരല്ലേ. അപ്പൊ അമ്മമാരെ പറ്റിയിട്ടും, അത് കൂടാതെ ഭൂമി ദേവിയെ തന്നെ, നമുക്ക് വേണ്ട സാധനങ്ങൾ തരുന്ന ഭൂമി ദേവിയെ തന്നെ അതൊരു അടുക്കളയായിട്ട് കൽപ്പിച്ചു കൊണ്ടിട്ടും നമുക്ക് ഈ കവിത നോക്കി കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആലോചിക്കാം, പ്രശ്നമുള്ള കാര്യമല്ല. മനസ്സിലായല്ലോ? നമ്മൾ കവിത വായിച്ചപ്പോൾ നമുക്ക് എന്താ തോന്നിയേ? ആരോ വിശക്കണമെന്ന് എപ്പോഴും കരയുമ്പോഴും ആരോ വിശന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് വിശക്കണു, നമ്മുടെ കാര്യം മാത്രം നമ്മൾ നോക്കി, പക്ഷെ അവിടെ ആരോ വിശന്നിരിപ്പുണ്ട്. ഇതാരായിരിക്കാം? അമ്മയാണ് അല്ലേ. നമ്മള് അമ്മ കഴിച്ചോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് അടുക്കള. ഓക്കെ, നോക്കാം. അടുക്കള വിഭവങ്ങൾ എന്താണ്? ഒരുക്കുന്നതിനെയും കഴിക്കുന്നതിനെയും തിരക്കിന്റെയും വിശക്കുന്ന മനുഷ്യന്റെ നിലവിളി കൂടി അടയാളപ്പെടുത്തുന്ന ഈ കവിത സുഭിക്ഷതയൊപ്പം അടങ്ങാത്ത വിശപ്പിനെയും കാണിച്ചു തരും. നമുക്ക് എപ്പോഴും ഇത് മനുഷ്യന്റെയും കൂടി കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഭൂമി ദേവിയാണ് നമുക്ക് വിഭവങ്ങൾ തരണേന്ന് വെക്കാം. നമുക്ക് എപ്പോഴും വീണ്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വിശപ്പാണ്. വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കിട്ടാനുള്ള ഒരു ആഗ്രഹം. ഓക്കെ, വിശപ്പ് ലിറ്ററലി ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് എന്നല്ല. നമുക്ക് പലതും, നമ്മളിപ്പോ എന്താണ്, നമ്മളൊരു വീട് വെച്ചു എന്ന് വെക്കാം. വീടിന് 2 മുറിയുള്ളൂ. അടുത്ത നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? മുറികൾ കൂട്ടണം. ഒരു കാറ് വാങ്ങിച്ചു, വലിയ കാറ് വാങ്ങിക്കണം. അങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ സ്വപ്നങ്ങൾ കൂടി വരികയാണ്. കൂടുതൽ സാധനങ്ങൾക്കുള്ള വിശപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. പക്ഷെ ദേവി അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഭൂമി ദേവി അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്, അതായത് നമ്മൾ സ്ഥിരം ഭൂമി അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഓരോന്ന് കഴിക്കുകയും പക്ഷെ അമ്മയുടെ കാര്യങ്ങൾ തിരിച്ചു നോക്കാതിരിക്കുന്നതിനെ പറ്റിയും പറയുന്ന ഒരു പോർഷനാണ് അടുക്കള. കിട്ടിയോ?
പിടികിട്ടിയോ? ഓർമ്മ വന്നോ കവിത? യെസ്. ഭൂമിയിലെ ജൈവ വൈവിധ്യവും സമൃദ്ധിയും സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. സമൃദ്ധമായ താഴ്വരയിൽ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരു അടുക്കളയെ കുറിച്ചാണ് കവി പറയുന്നത്. ഭൂമി തന്നെയാണ് ഇവിടെ അടുക്കള. എങ്കിലും കവി അത് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. വിലക്കുകളോ ഉപാധികളോ ഒന്നുമില്ലാതെ ആർക്കും കടന്നിരുന്ന് ഇഷ്ടമുള്ളത് തിന്നാൻ സ്വാതന്ത്ര്യമുള്ള ഇതിനാലാണ് ആരോ മറന്നു വെച്ചതുപോലെ അത് കാണപ്പെടുന്നത്. ഈ അടുക്കള എന്ന് പറയുന്നത് നമ്മള് എല്ലാവരും കയറി ചെല്ലുന്ന ഇടമാണെങ്കിലും അവിടെ പണിയെടുക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഭൂമി ദേവി അങ്ങനെ എല്ലാവർക്കും കയറി ചെല്ലാവുന്ന അടുക്കള ഉണ്ടെങ്കിലും ഭൂമിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കവിതയാണ് ഇവിടെ. കാലങ്ങളായി അടുക്കള എവിടെയുണ്ട്, എന്നാൽ ആരും അതിനെ നിയന്ത്രിക്കുകയോ അടക്കി നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഏവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയായി ലോകത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്, അല്ലെ? വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാട്ട് വരുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാവുന്ന തിരിച്ചറിവിലാണ് കവിത അവസാനിക്കുന്നത്. എന്താണ് മക്കളെ? ഭക്ഷണത്തിന്റെ മൂല്യം മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം കൂടി, പിന്നെ നമ്മുടെ അമ്മമാര് കഷ്ടപ്പെടുന്നതിനെ കാര്യം പറ്റിയും അവരെ പറ്റി നമ്മൾ ആലോചിക്കണം എന്നുള്ള കാര്യവും ഭൂമി ദേവിയെയും കുറിച്ചും ചിന്തിക്കണം എന്നുള്ള കാര്യവും ഈ കവിതയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കുട്ടി കവിതയാണ് നമ്മൾ പഠിച്ച അടുക്കള. ടി.പി. രാജീവൻ ഈ കവിത എഴുതിയത് സംസാര ഭാഷയോട് അടുത്ത് നിൽക്കുന്ന ഗദ്യത്തിലാണ്. ഗദ്യരൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഗദ്യം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട, അതായത് ഇപ്പൊ മസ്റ്റ് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത്. വലിയ പോഷ് വാക്കുകളൊന്നുമില്ല, പരിചിതമായിട്ടുള്ള ഭാഷ, നിരന്തരം നമ്മൾ സംവദിക്കുന്ന ഭാഷ, നമ്മൾ മിണ്ടുന്ന ഭാഷയില്ല, അത് തന്നെയാണ് ടി.പി. രാജീവൻ ഈ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? അതിനെ ഗദ്യം എന്ന് വിളിച്ചു. പദ്യം എന്ന് പറയുമ്പോൾ ഒരു ഈണം വേണം, താളം വേണം, അങ്ങനെയൊക്കെ വൃത്തങ്ങൾ വേണം. ഇതങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അതിനൊരു ഗദ്യ രീതിയിലുള്ള കവിത എന്നാണ് പറയുക. ഓക്കെ, ഭൂമിയുടെയും സമൃദ്ധിയും വിശപ്പിന്റെ ആഴവും ജീവിതത്തിന്റെ നൈരന്തര്യവും, അതായത് അതിന്റെ ഭംഗിയും ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളും എല്ലാം ധ്വനി ഭംഗിയോടെ ആവിഷ്കരിക്കാൻ ഈ ഗദ്യഭാഷ കഴിഞ്ഞിട്ടുണ്ട്. ഗദ്യഭാഷയിലുള്ള കവിത എന്നും ആളുകൾക്ക് ഇഷ്ടമാണ്. നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണോ മനസ്സിലാവാത്ത കാര്യമാണോ വായിക്കാൻ ഇഷ്ടം? മനസ്സിലാവുന്നത് അല്ലേ? അത് തന്നെയുള്ളൂ. അടുക്കള ടി.പി. രാജീവൻ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ്. അതിന്റെ ഭംഗി അതാണെന്നാണ് പറഞ്ഞു വെക്കണേ. തെറ്റല്ലേ? ഓക്കെ ആണോ മക്കളെ? യെസ്. ഇവിടെ എപ്പോഴും ഒരാൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവസാനിക്കുമ്പോൾ മൂർച്ചയുള്ള ഋജുവായ ഗദ്യത്തിന്റെ ശക്തിയിൽ ഒരു അനുഭവം മിന്നൽ പോലെ നമ്മളിൽ വന്ന് വീഴുകയാണ്. കവിതയിൽ ഗദ്യഭാഷയുടെ സാധ്യത കൂടി കാണിച്ചു തരുന്ന രചനയാണ് ടി.പി. രാജീവന്റെ അടുക്കള. അടുക്കള ഓർമ്മ കിട്ടിയോ മകളെ? നമ്മൾ പറഞ്ഞു പോയപ്പോ എന്താ പറഞ്ഞേ? അമ്മയെ പറ്റിയിട്ടാണ് ഓർക്കേണ്ടത്. അമ്മ ഏതമ്മയും നമ്മുടെ ഭൂമി ദേവിയും കൂടിയിട്ടായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇതായി നമുക്ക് പിടികിട്ടും. ഈ അടുക്കള എന്നുള്ള കവിത എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചതെന്ന് പിടികിട്ടും. അല്ലേ മക്കളെ? സെറ്റല്ലേ? വലിയ പാടുള്ള വാക്കുകളൊന്നും ഇതിലില്ല. നമുക്കൊന്ന് വായിച്ചു പോയാൽ ഓർമ്മ കിട്ടുന്നതേ ഉള്ളൂ. സെറ്റാണെങ്കിൽ തംസപ്പെട്ടേടാ. യെസ്, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. പിടിയിട്ടില്ലേ? അടുക്കള പിടിയിട്ടില്ലേ? യെസ്. ഇനി ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി നമുക്ക് ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, അല്ലേ? രസമാണ്. കാരണം എന്താണ്? ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിനെ പറ്റി വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുള്ള, അത്യാവശ്യം നമുക്ക് അറിയാത്ത കുറച്ച് വാക്കുകളൊക്കെ വന്നു. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടു, അല്ലേ? അതില് എന്താണ് പറയണേ കാര്യങ്ങൾ എന്നൊക്കെ നമ്മളൊന്ന് നോക്കി ഇല്ലേ? യെസ്, സെറ്റാക്കി. അതിൽ ഒരു അളവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അത് പദപരിചയം എപ്പോഴും ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് കിട്ടും. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ശരി. നമുക്ക് എന്തായാലും നോക്കാം ചട്ടിപ്പത്തിരി എന്തായാലും പറഞ്ഞിരുന്നേ. ഒന്ന് ഓർത്തെടുക്കാം. ഒന്ന് മക്കൾ ആലോചിച്ച് നോക്കി. എന്തായിരുന്നോടാ ഒരു ഉമ്മ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ആകെ തിരക്കിലാണ്. പിള്ളേരവിടെ ആകെ ബഹളാണ്. പിള്ളേരുടെ കൈ എത്തുന്നതിന് മുൻപ് കഷ്ണനും കിസ്മിസൊക്കെ ഒളിപ്പിച്ച് വെക്കേണ്ട അവസ്ഥ. യെസ്, അതാണ് ചട്ടിപ്പത്തിരി എന്നുള്ള ചാപ്റ്റർ. ഈ ചട്ടിപ്പത്തിരി നമ്മൾ പഠിക്കണ എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു വിഭവം നമ്മൾ വളരെ കേവലമായിട്ട് കരുതുന്ന ഒരു വിഭവത്തിലേക്ക് സത്യം പറഞ്ഞാൽ എത്രമാത്രം സമയം അതിന് പോകുന്നുണ്ട്. നമ്മുടെ അമ്മമാരെന്തോ ഒരു സ്നേഹത്തോടെ അത് ഉണ്ടാക്കണേന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. ഓക്കെ, യെസ്, ശരി. അധ്വാനത്തോടൊപ്പം താല്പര്യവും ഏകാഗ്രതയും സമർപ്പണവും ചേരുമ്പോഴാണ് ജോലി സർഗാത്മകമാവുന്നത്. ഈ ചട്ടിപ്പത്തിരി എന്നുള്ളത് ഈ ഏത് വീട്ടിലുണ്ടാക്കണേ? വീട്ടിൽ അവർക്ക് കഴിക്കാനാണോ ഉണ്ടാക്കണേ? അല്ല, പുറത്തുനിന്ന് ആരോ വരണുണ്ട് കഴിക്കാൻ, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര അതിനോട് എന്ത് ചെയ്യുന്നത്? അത്ര ശ്രദ്ധയോടെ ചെയ്യുന്നത്. കൂടെയുള്ളവരെ കലാചാതുര്യത്തോടെ സമന്വയിപ്പിച്ചാണ് ബിച്ചായി ഷെയ്ത്താത്ത, ആരാണ് നമ്മുടെ മുഖ്യ കഥാപാത്രം? ബിച്ചായി ഷെയ്ത്താത്ത ചെയ്യുന്നു. ബിച്ചായി വളരെ ശക്തിയായിട്ടുള്ള സ്ത്രീയാണ്. അതെടുക്കടാ ഇതെടുക്കടാ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അടുക്കളയെ പലഹാരങ്ങളിൽ പണിയുന്നത്. ഒരു താജ്മഹൽ എന്നാണ് ചട്ടിപ്പത്തിരി വിശേഷിപ്പിച്ചത്. താജ്മഹലിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ വാസ്തുവിദ്യയുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒന്നാണ്
താജ്മഹൽ. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മോണുമെന്റ് ആണ് താജ്മഹൽ അല്ലേ. അപ്പോൾ ഒരു ചട്ടിപ്പത്തിരി എന്നുള്ളത് വിശാഖി താത്തയുടെ ഒരു താജ്മഹലാണ്. കാരണം അത്രയും സൂക്ഷ്മതയോടെയാണ് വിശാഖി താത്ത അത് ഉണ്ടാക്കിയിരിക്കുന്നത്. മഹാസമുദ്രത്തിന് അഗാധകളിലേക്ക് ഉളിയിട്ട് മുത്തുകൾ വാരി ജലോപതനത്തിലേക്ക് കൈയും വിലവിട്ട് നിധി പുറം ലോകത്തെ കാണിക്കുകയും ചെയ്യുന്ന മുങ്ങൽ വിദഗ്ധന്റെ ആശ്വാസവും അഭിമാനവും ചട്ടിപ്പത്തിരി തയ്യാറാക്കി വിജയ് താത്തയ്ക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ, വിജയ് താത്ത ഒരു കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് ഒരു പവിഴമുത്ത് എടുത്തുകൊണ്ട് വരുന്ന ഒരാളെ കണക്ക് അത്രയും സൂക്ഷ്മതയോടെ അത്രയും ശ്രദ്ധയോടെയാണ് ഈ വിഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ ബായിക്ക് ബത്തിലടക്കം എടുത്ത് ആശ്വാസത്തോടെ മുറുക്കുന്നത്. അവർ മുറുക്കുന്ന രംഗമൊക്കെ വളരെ ഗംഭീരമായിട്ട് ചട്ടിപ്പത്തിരിയിൽ പറയുന്നുണ്ട് അല്ലെ. ഓർമ്മ കിട്ടണില്ലേടാ ഭാഗമൊക്കെ അല്ലെ, കുട്ടികളോട് പറയുന്നതും പിന്നെ അരിയണ സമയത്ത് മോളോട് പറയും ഇത് എത്ര നേരമായി ഞാൻ തീർത്തേനെന്ന് പറയുമ്പോൾ ഇപ്പൊ തരാം ഉമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താണ് നമ്മളൊരു ഒരു വീട്ടിലേക്ക് പോയി നോക്കണ പോലെയാണ് ചട്ടിപ്പത്തിരി അല്ലേ. വീട്ടിൽ നടക്കണ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാവില്ലേ? സഹായിക്കാറുണ്ടോ അമ്മയെ? ഉണ്ടോ? അമ്മയും അച്ഛനോ ഫുഡ് ഉണ്ടാക്കുന്ന സമയം സഹായിക്കാറുണ്ടോ? സഹായിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഓർക്കണേ, സഹായിക്കണം. യെസ്, എന്താണ് പറഞ്ഞേ? അപ്പോൾ സഹായിക്കുന്നുണ്ട്. യെസ്, ഓക്കെ, ശരി. എന്താ പറഞ്ഞേ? നമ്മളെ ഈ വിശാഖി താത്തയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. വിശാഖി താത്തയ്ക്ക് പക്ഷെ ഭയങ്കര ടെൻഷനാണ്, അത് ശരിയാവോ. കാരണം ഇത് ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അങ്ങനെ ഉണ്ടാക്കണമല്ല, പല ലെയറുകളായിട്ട് കൊടുക്കണം. ഓരോ ലെയറിൽ ഇങ്ങനെ മുട്ടയുടെ മിശ്രിതമൊക്കെ ഒഴിച്ച് പതുക്കെ ഇങ്ങനെ ഓരോ തട്ടുകളായിട്ട് ഉണ്ടാക്കി വരുന്ന സാധനമാണ് ചട്ടിപ്പത്തിരി. അപ്പം അതിന് ശ്രദ്ധ വേണം. അപ്പോൾ ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആരും നിൽക്കണേ, വിജയ് താത്ത നിൽക്കണേ. ഓക്കെ, അതിൻ്റെ ഭാഷയാണ് വേറെ പ്രത്യേകത. അത് നമുക്ക് നമ്മളെ ചിലപ്പോൾ പരിചിതമല്ലാത്ത ചില പണ്ടത്തെ പ്രയോഗങ്ങളുമൊക്കെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇപ്പം എന്താ, ചട്ടിപ്പത്തിരി നിർമ്മാണത്തിന്റെ സ്വാഭാവികതയുടെ ഭാഷയും മാമൊഴി ചെന്നും പ്രകടിപ്പിക്കുന്നത് കാണാം. മരിച്ച പോലെ മറന്നുപോയി. അത് ഓർമ്മയുണ്ടോ മക്കളെ? അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ? മരിച്ച പോലെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ആ കാര്യം വിട്ടേ പോയി എന്ന് നമ്മൾ പറയില്ലേ. ഞാനതവിടെ ഇങ്ങനെ ഇത് വെച്ചിരുന്നു, ഞാനത് മറന്നുപോയി എന്ന് പറയണ പോലെ മരിച്ച പോലെ മറന്നുപോയി. അടുപ്പ് പോണ്, കോളായോ തുടങ്ങി ഒട്ടനേക സുന്ദരമായ നാട്ടുപ്രയോഗങ്ങൾ. അത് ഓരോ നാടിന്റെ സവിശേഷമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ തുണി വിരിച്ചിടാന് എന്താ പറയാ? എൻ്റെ ഇവിടെ തുണി വിരിച്ചിടാന്നാ പറയാ. ചിലര് ആറാനിടാന്ന് പറയും. മക്കളെ നാട്ടിൽ എന്താ പറയാ? ഒന്ന് പറഞ്ഞേ, എന്താണ് പറയാ? ചിലരുടെ അടുത്ത് ആറാനിടാന്ന് പറയും. പിന്നെ ചിലരുടെ അടുത്ത് എന്താ പറയാ, വേറെ എന്തോ ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അങ്ങനെയാണ് അത് ഒരു സാധനത്തിന് തന്നെ. ഇപ്പൊ പപ്പായക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് കപ്പങ്ങാന്നാ പറയാ. ചിലര് എന്താണ് വേറെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയുണ്ട്. പല വാക്കുകൾക്കും പല രീതിയാണ് പല നാടുകളിൽ. കേരളത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഓരോ ജില്ലകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രദേശം കഴിയുമ്പോൾ തന്നെ ഭാഷ മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള ചില നാട്ടുപ്രയോഗങ്ങൾ. യെസ്, അത് ഇടുന്നുണ്ട്. യെസ്, അതെ, വിരിച്ചിടാന്നൊക്കെയാണ് ഇവിടെ പറയാറ്. മകളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, യെസ്, ശരി. നാട്ടുപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ നോവൽ ഭാഗം കൂട്ടായ പ്രവർത്തനങ്ങളെ ഏകോപനത്തിലുള്ള വ്യത്യസ്ത മനുഷ്യരുടെ ഇടപെടലിലൂടെ ഇതിഹാസ തുല്യമായി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നൊരു ദൃശ്യത്തിനെയാണ് വിവരിക്കുന്നത് അല്ലേ. ഒരു ചിത്രമാണ് നമുക്ക് മുമ്പിൽ വരച്ചിടുന്നത് ചട്ടിപ്പത്തിരി. ചാപ്റ്റർ മനസ്സിലേക്ക് വന്നോടാ? ഓർമ്മ വന്നോ? യെസ്, അതാണ് നമ്മൾ ഓർക്കേണ്ട ചട്ടിപ്പത്തിരി എന്നുള്ള ഭാഗം. കിട്ടിയോടാ? ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേടാ? ആരാണ് വിജയ് താത്ത? ഓർമ്മ വേണം കേട്ടോ. താത്തയുടെ പേരൊക്കെ ഓർമ്മ വേണം. മക്കളുടെ പേരൊക്കെ ഓർത്തിരിക്കാനായിട്ട് നോക്കുക. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഡീൽ. യെസ്, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഉഷാറായിട്ടിരിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, യെസ്. ഇനി കോഴിക്കട്ട വളരെ സുന്ദരമായിട്ടുള്ള ഭയങ്കര നൈർമല്യമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു കോഴിക്കട്ട. എന്താണ് മക്കളെ കോഴിക്കട്ടയിൽ ആരാ എഴുതിയത്? ദിവാകരൻ വിഷ്ണുമംഗലം എന്നുള്ള കവി എഴുതിയിരിക്കുന്ന ഒരു ഇതാണ് കോഴിക്കട്ട. ബിഷപ്പ് വയറിന്റെ കത്തലടക്കാനുള്ള വിഭവമാണ് ഭക്ഷണം. എന്നാൽ അതുമാത്രമല്ല, സംസ്കാരത്തിന്റെ രുചികരമായ കൊടിയടയാളമാണ് ഭക്ഷണം. ഭക്ഷണം എന്ന് പറയുന്നത് മക്കളെ, സംസ്കാരം എന്താണ് മക്കളെ? സംസ്കാരം നമ്മൾ പലപ്പോഴും പലയിടത്തായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സംസ്കാരം. ഒരു ജനതയുടെ സമഗ്രമായ ജീവിത ശൈലിയാണ് സംസ്കാരം. അതായത് നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ശീലങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തൂടാ? നമ്മുടെ വസ്ത്രരീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ ഭാഷ, അതുകൂടാതെ അതിൽ മുഖ്യമായിട്ടൊരു വിഷയമായിട്ട് വരുന്നതാണ് ഭക്ഷണം അല്ലേ. നമുക്ക് പുറത്തു പോയാൽ ചില ഭക്ഷണങ്ങൾ പിടിക്കാത്തതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം മതി. ഇപ്പം നമ്മൾ കുറേ നാള് ഇന്ത്യയിൽ തന്നെ വേറെ ഭാഗത്ത് പോയി നിന്നു എന്ന് വയ്ക്കുക. കേരളത്തിൽ തന്നെ നിങ്ങൾ വേറെ സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ അവിടുത്തെ രുചി നിങ്ങൾക്ക് പിടിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ കുറച്ച് ഇത്തിരി ചോറും ഇത്തിരി ഒരു കറിയും കഴിക്കാനായിട്ട് ഒരു തോന്നൽ തോന്നും. അതാണ് അപ്പം നമ്മളാരാണോ അതിൽ വലിയ ഭാഗമാണ് ഭക്ഷണം.
ഓക്കെ, അത് പറയുന്ന ഒരു ചാപ്റ്ററാണ് കൊഴുക്കട്ട. കാരണം ഇവിടത്തെ ദിവാകര വിഷ്ണുമംഗലം എഴുതിയിരിക്കുന്ന അനുസരിച്ച് വല്യമ്മ കൊണ്ടുവരുന്ന കൊഴുക്കട്ടയെ നോക്കിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ പറ്റിയിട്ടാണ്, ഒരു ബാലൻ. പക്ഷെ വലുതായി കഴിഞ്ഞിട്ടും ഇങ്ങ് കഴിക്കാത്ത വിഭവങ്ങൾ ഇനി ഇല്ല എന്ന് വന്നിട്ടും ആ കൊഴുക്കട്ടയുടെ സ്വാദിനോളം വേറൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഒരു പാഠഭാഗമാണ് നമ്മൾ കൊഴുക്കട്ടയിൽ കണ്ടത് അല്ലേ. അതാണ് ഇത് സംസ്കാരത്തിന്റെ ഒരു പൊടിയടയാളമായിട്ട് പറയുന്നത്. കൂട്ടുന്നവരുടെ സ്നേഹ സൗഹൃദങ്ങളുടെ സ്മാരകമാണ് ഭക്ഷണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുമോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരാൾ അങ്ങോട്ട് ഇരുന്ന് മറ്റേ ആൾ ഇങ്ങോട്ട് വരുന്ന നിനക്ക് എന്താ ചോദിക്കും. അപ്പോൾ അവർ എന്താണോ മെഴുക്കുവരട്ടിയാണോ എന്താണെന്ന് വെച്ചാൽ തരും. നമ്മുടെ ഓരോരുത്തരും അങ്ങോട്ട് കൊടുക്കുന്നു. ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയുടെ ഒക്കെ പ്രതീകമാണ് അല്ലെ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന. അപ്പോൾ ഭക്ഷണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. ചില വിഭവങ്ങൾ ചിലർ വിളമ്പി തരുമ്പോൾ കൂടുതൽ ആസ്വാദ്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ അമ്മ നമ്മൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിലും അമ്മ വാരി തരുമ്പോൾ നമ്മൾ ഉണ്ണും. അതിന് ആ ഒരു പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ടാണ്. അതെ, അത് തന്നെയാണ് ഒരു ഭക്ഷണ വിഭവത്തിന്റെ രുചിയോർമ്മ നമ്മളിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ അപ്പം ഒരു കാലം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഇപ്പൊ മക്കളെ ഒന്ന് മനസ്സിലാലോചിച്ച് ഒരു പുളിമിഠായി കഴിക്കണം ആലോചിച്ച്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വന്നു, പുളിമിഠായി കൂട്ടുകാരൊക്കെ കളിക്കാൻ വന്നത്, നമ്മുടെ വായിൽ അങ്ങനെ വെള്ളം വന്നില്ലേ, അത് തന്നെ ഒരു ഓർമ്മയാണ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇത്തരം ആലോചനകളിലെ എല്ലാം നമ്മെ നയിക്കാൻ പോകുന്ന കവിതയാണ് ദിവാകര വിഷ്ണുമംഗലത്തിന്റെ കൊഴുക്കട്ട. അതും ഒരു ഗദ്യ രൂപത്തിലുള്ള കവിതയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയിൽ പഠിച്ചതുപോലെ ഒരു ഗദ്യരൂപമാണ്. ഓക്കെ, യെസ്. വല്യമ്മ ഒരിക്കലും വെറും കൈയോടെ വരാറില്ല. കൊതിയൂറുന്ന കൊഴുക്കട്ട മടിക്കുത്തിൽ പൊതിഞ്ഞു കെട്ടി വല്യമ്മ മഴ നനഞ്ഞു വരുന്ന ചിത്രം കവിയുടെ ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. വല്യമ്മ എപ്പോഴും വരെ കൊഴുക്കട്ടയായിട്ടാണ്. ഓക്കെ, എൻ്റെ അച്ഛൻ്റെ വല്യമ്മ, ഇങ്ങനത്തെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. ആളെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സദ്യക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഉപ്പേരി ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരും പേരക്കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. യെസ്, അങ്ങനെ. അപ്പോൾ മഴക്കാലത്ത് പണിക്ക് പോകുമ്പോൾ നനയാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും? പണിക്കാർ ചൂടാറുള്ള ഓല കൊണ്ടോ ഈറ്റ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിനാണ് കേട്ടോ. യെസ്, അതുകൊണ്ട് ഉണ്ടാക്കിയ കൊരമ്പയും ധരിച്ചാണ് വരുന്നതെങ്കിലും അവർ നന്നൊട്ടിയിരിക്കും. അവരെ കുറിച്ചുള്ള ഓർമ്മയിൽ പോലും കൊഴുക്കട്ടയുടെ മണമുണ്ട്. വന്നിയുടനെ വല്യമ്മ മടിക്കുത്തിലെ പൊതി ഉറക്കുന്നതും കാത്തു നിൽക്കുകയാണ് കൊച്ചുകുട്ടികൾ. ആ ബാല്യകാലത്തെ കവി വിശേഷിപ്പിക്കുന്നത് മധുര ബാല്യം എന്നാണ്. അങ്ങനെ വല്യമ്മ കൊണ്ടുവരുന്ന കൊഴുക്കട്ടെ കാത്തിരുന്ന ബാല്യത്തിനെ മധുര ബാല്യം എന്നാണ് ആര് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലേക്ക് വരണം? വല്യമ്മയുടെ ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് വരണം അല്ലേ. അത് ഇത്രയും അത് കഴിഞ്ഞ അവസാനത്തെ ഭാഗത്ത് പറയുന്നുമുണ്ട്, ഇത്രയും വിഭവങ്ങൾ കഴിച്ചിട്ട് കൊഴുക്കട്ടയുടെ സ്വാദിനോളം എത്തിയിട്ടില്ല ഒന്നും. അതെന്തായിരിക്കും അങ്ങനെ സ്വാദ് കൂടാനായിട്ട് കാരണം? ചിലപ്പോൾ അതേ റെസിപ്പി തന്നെ അതേ രീതിയിൽ ഉണ്ടാക്കിയാലും അന്ന് കഴിച്ചതിന്റെ സ്വാദ് ഉണ്ടാവില്ല. കാരണം അന്ന് ആ ഒരു നമുക്കിപ്പോ ആരെങ്കിലും പുറത്തു പോയി വന്നാൽ നമുക്ക് അവരെന്തെങ്കിലും കൊണ്ടുതരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? അപ്പൊ കഴിക്കുന്ന ഫീല് നമ്മൾ ഒറ്റയ്ക്ക് പോയി മേടിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. അത് തന്നെയാണ് ഈ പാഠഭാഗത്തും പറയുന്നത്. ആരാണ് എഴുതിയതിനാ? ദിവാകരൻ വിഷ്ണുമംഗലം. സെറ്റ് അല്ലേ? കവിതയാണ്. ഓക്കെ, സെറ്റ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. യെസ്, ഓക്കെ. കായെല്ലമു നെബഞ്ചിമു തന്തിര ചവി. ഇത് നമുക്ക് രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ എന്താണ് ഈ മുളങ്കൂമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവത്തിനെ പറ്റി പഠിച്ച ഒരു ചാപ്റ്ററാണ് അല്ലെ. അത് തന്നെയേ പറയുന്നുള്ളൂ. വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മുള ഇത് ചെയ്യണം, ഒരു മണ്ണെള്ളൊക്കെ മുക്കിയെടുക്കണം. കാരണം മുളങ്കൂമ്പിന് ഒരു കട്ടെന്നാ എൻ്റെ ഇവിടെ പറയാ. അതായത് നമുക്ക് വേണ്ടാത്ത ഒരു സാധനം അതിലുണ്ട്. അത് ഊറ്റി കളഞ്ഞാലേ നമ്മുടെ ശരീരത്തിൽ അത് ദഹിക്കുള്ളൂ. ഓക്കെ, അതാണ് അവരാദ്യം വെള്ളം ഊറ്റി കളഞ്ഞ് പിന്നെ അതിങ്ങനെ തോരൻ വെക്കുന്ന പോലെ എന്ത് ചെയ്യും, നല്ല ഞണ്ടിനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഇറച്ചിയെ കൂട്ടി ഒരു നല്ലൊരു തോരൻ വെച്ചിട്ടാണ് അവർ കഴിക്കുക. കാട്ടിൽ നിന്ന് പറിച്ച കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു കറി അവരുണ്ടാക്കും. ഓക്കെ, ഇത് നമ്മുടെ കാട്ടിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അതെ, അവർ എങ്ങനെയാണ് മുളങ്കൂമ്പ് ശേഖരിക്കുന്നതെന്നും ഞണ്ടിനെ പിടിക്കുന്നതെന്നും ഒക്കെ പറയുന്ന ഒരു കുഞ്ഞു കവിത. അതേ ഉള്ളൂ കവിതയിൽ. അതാണ് ഒരു സംഭവം അതിൽ പഠിക്കാനുള്ളത്. മിസ് പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ. പക്ഷെ നമുക്ക് സുകുമാരൻ ചാലികഥ എന്നുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എന്താണ് 20 വർഷമായി കാവ്യലോകത്ത് സജീവമാണ്. കാടും മേടും മഴയും പുഴയും പൂക്കളും കവിതകളിലെ സ്ഥിരം ബിംബങ്ങളാണ്. ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതം, സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, അതിജീവന കഥകൾ, വേദനകൾ തുടങ്ങിയവയെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ രചനകൾ. ഇത് തന്നെയാണ് മക്കളെ ഈ നമ്മൾ പഠിച്ച മുളങ്കൂമ്പ് നെവഞ്ചിയും തന്നിരുന്ന രുചി. ഓക്കെ, രുചി എന്ന് പറഞ്ഞാൽ ഈ ഞണ്ട് തന്നിരുന്ന ഇത് രുചി എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. റാവുള ഭാഷയിലും സുകുമാരൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള ഭാഷയാണ്. അതിലാണ് നമ്മുടെ ഇതും എഴുതിയിട്ടുള്ളത്. ഓക്കെ, യെസ്. റാവുളരുടെ വേരുകൾ അന്വേഷിച്ച് ചെന്നാൽ കർണാടകത്തിലാണ് എത്തുക. മലയാളം, കന്നഡ, തമിഴ്, തെലുഗു എന്നീ ഭാഷകൾ ഇടകലർന്ന സമ്മിശ്ര ഒരു ഭാഷയാണ് റാവുള ഭാഷ. ഓക്കെ,
യെസ്. സുകുമാര രാവള ഭാഷ പെറ്റമ്മയും മലയാള ഭാഷ പോറ്റമ്മയുമാണ്. അത് ശ്രദ്ധിച്ചോടാ. എന്താണ് പെറ്റമ്മ? സ്വന്തം അമ്മ. ഇപ്പൊ കൃഷ്ണന്റെ കാര്യത്തില് ദേവകിയാണ് പെറ്റമ്മ എങ്കിൽ പോറ്റമ്മയായിരുന്നു യശോദാമ്മ. അതേപോലെ പോറ്റമ്മയാണ് മലയാള ഭാഷ. പിന്നീട് പഠിച്ചൊരു ഭാഷയാണ് കേട്ടോ അദ്ദേഹം. യെസ്. രാവള ഭാഷയിൽ എഴുതിയ എല്ലാ രചനകളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെ മൊഴിമാറ്റം ചെയ്ത ഒരു കവിതയാണ് നമ്മൾ പഠിച്ച കായലുമോ നെവഞ്ചുമോ തന്തിത ചവി. ഓക്കെ, കണ്ടോ? സാമ്യം ഉണ്ടോ ചോദിച്ചാൽ മലയാളമായിട്ട് സാമ്യമുണ്ട്. കാരണം വേറെ ഭാഷകളൊക്കെ ചേർന്ന്, കന്നഡയും തമിഴും ഒക്കെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു ഭാഷയാണത്. ഓക്കെ, അതാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഓക്കെ അല്ലേ മക്കളെ? ചാപ്റ്റർ ഓർമ്മ കിട്ടിയോ? എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് ഓർമ്മ വന്നോടാ? അവർ പിടിക്കുന്നതും അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിരുന്നു ആ ചാപ്റ്ററിൽ പറഞ്ഞത്. കിട്ടിയില്ലേ? സെറ്റാണോ? സെറ്റാണോ മക്കളെ? യെസ്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവാൻ റെഡിയാണോ? റെഡിയാണോ? യെസ്. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ഓക്കെ ആണോ? ഡീൽ? ശരി ശരി, ഓക്കെ ഓക്കെ. യെസ്. ഇനി യൂണിറ്റ് 2ലേക്ക് പോവാം. യൂണിറ്റ് 2 നമുക്കറിയാം. നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ഫുഡ് പറഞ്ഞേ. ഇനി ഫുഡ് എങ്ങനെയാണ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് 2ൽ പറയുന്നത് അല്ലേടാ? യെസ്, നോക്കാം. ആദ്യം ഇനി ഫുഡ് ഉണ്ടാക്കാനായിട്ട്, ഫുഡ് കിട്ടാനായിട്ട് നമ്മൾ ജോലി എടുക്കണം. അപ്പോൾ തൊഴിലിനെ കുറിച്ച് ഉള്ള ഒരു യൂണിറ്റ് ആണത് അല്ലേ? നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ ഓർമ്മയുണ്ടോടാ? അതിൽ കോഴിയുടെ ചെറിയ വസ്തുക്കൾ മനസ്സിലേക്ക് വന്നോ? കോഴിയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വന്നോടാ? ഒരു പാവം ഒരു അച്ഛനല്ലേ, തൻ്റെ കുഞ്ഞിനായിട്ട് ഒരു കുഞ്ഞുടുപ്പും തൻ്റെ ഭാര്യയ്ക്കായിട്ട് ഒരു ഉടുപ്പും വാങ്ങിച്ച്, കടം വാങ്ങിച്ച് അത് അയക്കാനായിട്ട് പൈസ ഇല്ലാതെ നട്ടം തിരിഞ്ഞ ഒരു മനുഷ്യനെ പറ്റിയിട്ടുള്ള കഥ അല്ലേ? വായിച്ച വിഷമം വരുന്ന ഒരു കഥയാണ് അല്ലേ? ഓർമ്മ കിട്ടിയോ? വന്നുണ്ടോ മക്കളെ മനസ്സിലേക്ക്? വന്നു. യെസ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രവാസിയുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്ന രചനയാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന ഒരു രചന. ഗൾഫിൽ ജോലി ചെയ്യുന്ന കോയ തനിക്ക് ഒരു കുട്ടി ജനിച്ചു എന്ന് അറിയുമ്പോൾ ആനന്ദാതിരേകം അനുഭവിക്കുന്നു. അത് ഭയങ്കര സന്തോഷമായി. കാരണം 16 വർഷം മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ട ഒരു മകൻ ഉണ്ടായിരുന്നു. അതിന് പകരം നല്ല രീതിയിൽ വേറൊരു മകൻ ഉണ്ടായി. അതിൽ സന്തോഷമുണ്ട് പുള്ളിക്ക്. പക്ഷേ അവരുടെ അടുത്തേക്ക് പോകാനുള്ള വകുപ്പ് ഇപ്പം ഇല്ല. അമ്മയ്ക്കും കുട്ടിക്കും ഓരോ സമ്മാനം നൽകണമെന്ന ആഗ്രഹം ജനിക്കുന്നു. അതിനായി അയാൾ മുതലാളിയിൽ നിന്ന് ഒരു 50 ദിർഹം എന്തോ കടം വാങ്ങി നാട്ടിലേക്ക് അയക്കാനായി വസ്ത്രങ്ങൾ വാങ്ങുന്നു. എന്നാൽ തപാൽ ചാർജിനായി വീണ്ടും കൈനീട്ടുമ്പോൾ ആരും അയാളെ സഹായിക്കുന്നില്ല, പൈസ ഇല്ല. അപ്പൊ എന്താണ്? ഭാര്യയ്ക്കായി വാങ്ങി വെച്ച വസ്ത്രം തപാൽ ചാർജിനായി മറിച്ച് വിൽക്കാൻ. അതായത് വാങ്ങിച്ച് അധികം നേരം കഴിഞ്ഞിട്ടില്ല മക്കളെ. അതായത് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭാര്യയുടെ വസ്ത്രം വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അല്ലെ? അത് ഒരവസ്ഥ ആലോചിച്ച് നോക്കണം അല്ലെ? എന്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അതെ. ഇനി അയാൾക്ക് അതിന് പക്ഷേ കഴിയണില്ല. എന്താണ്? വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കണേ. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ സമ്മാനം നൽകാനോ പ്രവാസി മലയാളി അനുഭവിക്കേണ്ടി വരുന്ന കഠിനതകളാണ് ഈ കഥ വെളിപ്പെടുത്തുന്നത് അല്ലേ? ആള് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല അല്ലേ? കയ്യിൽ കടം മേടിച്ച പൈസയാണ്. എന്നാലും തികഞ്ഞില്ലെങ്കിൽ കുഞ്ഞിന് ഒരു സമ്മാനം കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആ മനസ്സ് അല്ലേ? അതാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ കുഞ്ഞ് സമ്മാനമാണ് ശീർഷകത്തിൽ സൂചിപ്പിക്കുന്നത് അല്ലേടാ? ഓക്കെ, ഓർമ്മ വന്നോ? യെസ്. ഓക്കെ. ശൂന്യത 2 തവണയാണ് കഥയിൽ കടന്നു വരുന്നത്. ഒന്ന്, ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിയും ഒഴിച്ച് അയാളുടെ മുറി മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു എന്ന് കഥയിൽ ഒരിടത്ത് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഇത്? കഥ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. അതായത് അതെന്താ കാണിക്കണേ? ആൾക്ക് അങ്ങനെ ആൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാനായിട്ട്, സന്തോഷം തരാനായിട്ട് ഒന്നും ആ മുറിയിലില്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ അദ്ദേഹം ഒരു സുഖജീവിതമല്ല അവിടെ നയിക്കുന്നതെന്ന് കാണിക്കുകയാണ് അല്ലേ? യെസ്. ഇനി പ്രവാസത്തിന്റെ ഒറ്റപ്പെടുകൾ ഈ ശൂന്യത വെളിപ്പെടുത്തുന്നു. പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പലരും അങ്ങനെ ഒരു പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. ബുദ്ധിമുട്ടുകളാണ് അല്ലേ? നാട്ടിലേക്ക് വരാൻ പറ്റില്ല, നാട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം നടന്നാലോ, അല്ലെങ്കിൽ ചില ബന്ധുക്കളുടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങളോ നടന്നാൽ അവർക്ക് വരാൻ പറ്റാതിരിക്കുക അല്ലേ? അത്രയും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവസാന ഭാഗത്ത് തന്നെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യത പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി എന്ന പ്രസ്താവനയിൽ ശൂന്യത നമ്മെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. പിന്നെ ഒരു ശൂന്യത കടന്നു വന്നു അല്ലേ? അതായത് അയാൾക്ക് വാങ്ങിച്ച വസ്ത്രം പിന്നെ മറച്ചു വിൽക്കേണ്ട ഒരവസ്ഥ. യെസ്. ഇനി ഗതികെട്ട ഒരാളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ സൂചിതമാകുന്നത് അല്ലേ? കോയെ അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആരും അത് വാങ്ങിക്കാൻ തയ്യാറായില്ല. കോയ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണെന്ന അവസാന വാചകം ഇന്നും എന്നും തുടരുന്ന പ്രവാസിയുടെ ഗതികേടിനെ സൂചിപ്പിക്കുന്നു. അവരുടെ ദുരവസ്ഥയെ സൂചിപ്പിക്കുന്നു. മക്കളെ കണ്ടിട്ടുണ്ടാവും, ആടുജീവിതം സിനിമ കണ്ടതല്ലേ മകളെ? യെസ്. അത്രയും ഭീകരമല്ലെങ്കിലും ഏകദേശം ആളുകൾ കടന്നു പോകുന്ന
അവസ്ഥ എന്താണ് സെയിം ആണ് അല്ലേ? കാരണം വീട് വിട്ട് നാട് വിട്ട് അവരുടെ ബന്ധങ്ങൾ വിട്ട് മറ്റൊരു രാജ്യത്ത് എന്താണ് എല്ല് മുറുകെ പണിയെടുത്ത് താമസിക്കുന്നവർ അല്ലേ? നമ്മുടെ മനസ്സ് അങ്ങനെയും കുറെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് ഇത്. കിട്ടിയില്ലേ മക്കളെ? ഓർമ്മ വന്നില്ലേ? കിട്ടി? സെറ്റല്ലേ? യെസ്, റെഡി? യെസ്, ശരി ശരി ശരി. ഇനി രണ്ടാമത്തെ ഗാന്ധിജിയുടെ അതിഥി. ഇതെങ്ങനെയാ മക്കളെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആയി വന്നത്? ഇതിലെന്താ കഥ? ഒരു കുഞ്ഞ് അല്ലേ, കുഞ്ഞ് വന്നിട്ട് ഗാന്ധിജിയോട് പറയാണ് എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഓക്കെ നീ ഇവിടെ നിന്നോ, നിന്റെ വീടാണത്, നിന്റെയും കൂടി വീടാണ് എന്ന് സമ്മതിച്ചു. ഗാന്ധിജി അതിയായിട്ട് ഒരു കുഞ്ഞ് വരികയാണ്. അപ്പോൾ പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് പക്ഷെ ജോലിയൊന്നും അറിയില്ല, എനിക്ക് അങ്ങനെ ആരുടെയും ഇതിന് നിൽക്കണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ജോലിയുടെ പ്രാധാന്യം ഗാന്ധിജിയുടെ ദർശനങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? ജോലി, തൊഴിലധിഷ്ഠിത പഠനം. അതായത് പഠനം മാത്രം നയിച്ചാൽ പോരാ, അത് തൊഴിലിലേക്ക് എത്തണം. ജോലി കിട്ടണ്ടേ? പഠിച്ചാൽ മാത്രം മതിയോ? ഇല്ല. നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഡോക്ടർ ആവണം, പോലീസ് ആവണം, അതാവണം ഇതാവണം എന്നൊക്കെ പല ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മുടെ പഠനം നമ്മളെ സഹായിക്കണം. അങ്ങനെ ഒരു കുട്ടിക്ക് എന്താണോ താല്പര്യം അതിലേക്ക് വിടുന്ന തരത്തിലൊരു പഠനം നടത്താനാണ് ഗാന്ധി ആലോചിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഈ കുഞ്ഞിന്റെ വാക്കിലൂടെയും അത് തന്നെയാണ് ഈ കവിത പറഞ്ഞു വെക്കുന്നത്. ആരെഴുതിയാണ്? വിഷ്ണുനാരായണ നമ്പൂതിരി എഴുതിയ ഒരു ഇതാണ് ഗാന്ധിജിയുടെ അതിഥി കവിതയാണ്. യെസ്, സഹജീവി സ്നേഹം നിലനിൽക്കുന്ന കവിതയാണ് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഗാന്ധിജിയുടെ അതിഥി. അനാഥനായ ഒരു ബാലൻ അഭയത്തിനായി ഗാന്ധിജിയുടെ വാർധയിലെ ആശ്രമത്തിലെത്തി. അവന്റെ ദൈന്യത വേഷത്തിലും ഭാവത്തിലും ദർശിക്കാം. ഒരു പഴകിയൊരു ഷർട്ടും ഇതുമായിട്ടാണ് അവൻ കുഞ്ഞ് വരുന്നത്. അപ്പൊ ബാപ്പുവിനെ കാണണമെന്നാണ് അവന്റെ ഒരു ആഗ്രഹം. എന്താ പറയുക? ബാപ്പുവിനെ കാണണം. എത്രയും ആളുകള് ഈ ഗാന്ധിജിയെ കാണാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ അവരെ കടത്തി വിടാണ്. എന്താണ്? ആ കൊച്ചു സന്ദർശകനെ അരികിലിരുത്തി ഗാന്ധിജി വേണ്ട പോലെ ഉപചരിക്കുന്നു. ആരോരുമില്ലാത്ത കൊച്ചു ബാലന് ആശ്രമം ഏറ്റെടുക്കുന്നു. ഓക്കെ, നിന്റെ വീട് ഇതാണ്, ഓക്കെ നീ ഇവിടെ നിന്നോ എന്ന് പറയുന്നുണ്ട്. രണ്ട് പ്രതീകങ്ങൾ ഈ കവിതയിൽ കാണാം. പ്രകൃതി അഥവാ ഭാരതാംബയുടെ തന്നെ പ്രതീകമായ ഗാന്ധിജി എല്ലാവരെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനാവുന്നു. അത് പ്രകൃതി ഭാവം കൂടിയിട്ടാണ് അല്ലെ? കുഞ്ഞിനെ എന്താണ് എവിടെ നിന്ന് വന്നു എന്നൊന്നുമല്ല, കുഞ്ഞ് പറഞ്ഞു അച്ഛനും അമ്മയില്ല, ഓക്കെ ഇവിടെ നിന്നോ, നീ നിന്റെ കൂടിയിട്ടാണെന്ന് പറയുമ്പോൾ അതിലൊരു സാഹോദര്യമൊക്കെ കടന്നു വരുന്നുണ്ട് ഇല്ലേ മക്കളെ? യെസ്. രാജ്യത്തെ നിസ്വജനതയുടെ പ്രതിനിധിയാണ് കവിതയിലെ ബാലൻ. സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ ജനങ്ങൾ പൊതുവെ അനാഥരും ദരിദ്രരുമായിരുന്നു അല്ലെ? നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭയങ്കര ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി. നമ്മൾ ബുദ്ധിമുട്ടി, ഇഷ്ടം പോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചതാണ് അല്ലേ മക്കളെ? യെസ്. ഇനി അവർക്ക് അഭയം ഗാന്ധിജിയും ദേശീയ പ്രസ്ഥാനവും ഒക്കെ ആയിരുന്നു എന്നുകൂടി കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജനങ്ങളുടെ കർത്തവ്യത്തെ ബോധ്യപ്പെടുത്താൻ ഗാന്ധി സാധിച്ചു. പിന്നെ കുഞ്ഞ് പറയുന്നുണ്ട് എനിക്കൊരു ജോലി വേണം, എനിക്ക് ജോലി വേണമെന്ന് പറയുമ്പോഴൊക്കെ ആ ഒരു തൊഴിലിന്റെ ആവശ്യകത കടന്നു വരികയാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ മക്കളെ? അതാണ് ഈ കവിതയിൽ പറയണേ. അവരിൽ അധ്വാന ബോധം ഉണർത്താൻ ഗാന്ധി കഴിഞ്ഞു എന്നതൊരു ചരിത്ര ദൗത്യമായി തന്നെ കാണാം. അതായത് ആ അമ്മയുള്ളപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അമ്മ, നീ പേടിക്കേണ്ട, അമ്മയുള്ളപ്പോൾ ആർക്കും കരയേണ്ട എന്ന് പറയുന്ന ഈ അമ്മ ആരാണ്? നമ്മുടെ ഭാരതാംബയാണ്. ഓക്കെ, നമ്മുടെ ഭാരതമാണ് അമ്മ. നിങ്ങൾക്ക് എന്തു വേണോ അത് തരാനായിട്ട് തയ്യാറായി നിൽക്കുന്ന അമ്മയുള്ളപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ആരോർമ്മിപ്പിക്കുന്നു? ഗാന്ധിജി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ തൊഴിലിന് നമ്മൾ വേറെ എവിടേക്കും അന്വേഷിച്ചു പോകണ്ട, നമ്മുടെ ഭാരതത്തിൽ തന്നെ നമുക്കത് ചെയ്യാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കവിത. ഓക്കെ, ഇതാണ് കുഞ്ഞ് വരുന്നതും കുഞ്ഞ് ഗാന്ധിയോട് സംസാരിക്കുന്നതും ജോലിയുടെ കാര്യമൊക്കെ പറയുന്നതും ഒക്കെ മനസ്സിലേക്ക് കടന്നു വന്നോ? വാർധയിലെ ആശ്രമത്തിലേക്ക് എത്തിയോ? യെസ്. ഓക്കെ, സെറ്റല്ലേ? യെസ്, ശരി ശരി. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേമിലെ എന്താണ് മക്കളെ ഒരു ലാസ്റ്റ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേടാ? യെസ്. നോക്കാം. എന്താണ്? തൊഴിലിന്റെ രുചി ഭാഷയുടെയും. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തെടുത്തേ. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ദറക്സ എന്നുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിൽ മകളായിട്ടുള്ള ആള് കേരളത്തിൽ വന്ന് പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, അവൾക്ക് കിട്ടിയ അവസരങ്ങളൊക്കെയാണ് ഒരു കത്തായിട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ? അതാണ് നമ്മൾ പഠിക്കാനുള്ള തൊഴിലിന്റെ രുചി ഭാഷയുടെയും ഒരു കത്താണ് അല്ലേ? നോക്കാം. മാതൃഭാഷ, തൊഴിലിന്റെ മഹത്വം, കേരള മോഡൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്നീ നിരവധി പ്രമേയങ്ങൾ ഒന്നിനൊന്ന് ചേർന്ന് മികച്ചു നിൽക്കുന്ന ഒന്നാണ് ദറക്സ പർവീണിന്റെ കത്ത് അല്ലെ? കത്താണ് നമ്മൾ പഠിക്കണേ. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ നമ്മൾ അല്ലെ? അതായത് അവർ നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്നാണ് നമ്മൾ വിളിക്കുക സ്നേഹത്തോടെ. യെസ്, നമ്മൾ അവരെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്, ബഹുമാനമില്ലാതെ അവരോട് പെരുമാറരുത് അല്ലേ? അവർ മനുഷ്യരാണ്, അവരെ
നമ്മൾ സ്നേഹിക്കണം. നമ്മൾ കേരളീയർ അങ്ങനെയുള്ളവരാണ്, നമുക്ക് എല്ലാവരും സഹോദരങ്ങളാണ്. ഓക്കെ, യെസ്. അതിഥികളായി കാണുകയും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ബദ്ധശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ മലയാളം നമുക്കറിയാത്തൊരു ഭാഷയെ സംസാരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മക്കൾ ആലോചിച്ച് നോക്കും, മക്കൾക്ക് ഇപ്പോൾ അറിയാത്ത ഭാഷ ഏതാ? ജർമ്മൻ ഒട്ടും അറിയില്ല എന്നൊക്കെ. നിങ്ങൾ ജർമ്മനിയിൽ പോയി പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ജർമ്മനാണ് മിണ്ടണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾക്ക് ഒരു വിഷമം തോന്നില്ലേ? എനിക്കറിയാത്ത ഭാഷ, അവരെന്താ മിണ്ടണേ എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അവർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവരെ മലയാളം പഠിപ്പിക്കാനും ഒക്കെ നമ്മളിവിടെ പല പദ്ധതികളും ചെയ്തിട്ടുണ്ട്. യെസ്, ഇത്തരം കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകാൻ അവർ കൂടെ നിൽക്കുന്നു. ഇത് കേരള മോഡൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘടകമാണ്. നമ്മള് ഇപ്പോൾ നേപ്പാളിന്നോ അല്ലെങ്കിൽ ബംഗാളിന്നോ എവിടെ നിന്നായാലും വന്ന കുട്ടികളാണെങ്കിലും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. വിദ്യാഭ്യാസം എന്താണ് മക്കളെ? ഓരോ കുഞ്ഞിന്റെയും മൗലിക അവകാശമാണ് അല്ലെ? 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് രാജ്യത്തിന്റെ കടമയും കുട്ടിയുടെ അവകാശം കൂടിയിട്ടാണ്. ഓക്കെ, യെസ്. പിന്നെ എന്താണ്? പ്രവൃത്തി വിദ്യാഭ്യാസത്തിന് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഏറെ പ്രാധാന്യമുണ്ട്. ദറക്സ ഭാഷാ പഠനത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലും ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ദറക്സയ്ക്ക് എന്താണ്? സ്കൂളിലെത്തുന്ന അതിഥികൾക്ക് അവൾ സ്വയം നിർമ്മിച്ച ഉപഹാരം നൽകിയത് അവളിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസവും അവളുടെ വിദ്യാഭ്യാസത്തെ ഗുണപരമായി സ്വാധീനിച്ചു. തനിക്ക് വിദ്യാലയത്തിൽ ഒരിടമുണ്ടെന്ന് കുട്ടി തിരിച്ചറിയുന്നു. ഓരോ കുട്ടിയും ഇത്തരത്തിൽ അംഗീകരിക്കപ്പെടണം എന്നതാണ് പുതിയ വിദ്യാഭ്യാസ സമീപനം. അതായത് പല കുട്ടികൾക്കും പല കഴിവുകളായിരിക്കും. അപ്പോൾ മക്കൾക്ക് പാട്ട് പാടാൻ അറിയാം, കഥ നല്ല രീതിയിൽ പറയാൻ അറിയാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാം, ഹോക്കി കളിക്കാൻ അറിയാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഓരോ കുഞ്ഞിനും ഓരോ തരം ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ കഴിവുകളാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്കൂൾ നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ അധ്യാപകർ നമ്മളെ മനസ്സിലാക്കണം. എന്നാലല്ലേ നമുക്ക് നല്ല മക്കളായിട്ട് വളരാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പുതിയൊരു വിദ്യാഭ്യാസ സമീപനം. ദറക്സയുടെ ഉള്ളിൽ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിഞ്ഞു എന്നതാണ് അവളെ വിജയത്തിലേക്ക് നയിച്ചത്. മലയാള ഭാഷാ പഠനം ദറക്സയ്ക്ക് കേരളത്തിൽ തുടരാനുള്ള ജീവശക്തിയായി മാറുന്നു. ദറക്സ എന്താ പ്രത്യേകത? മലയാളം ഇവിടെ വന്ന് പഠിക്കുകയും പിന്നീട് കുട്ടികളെ മലയാളം പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് അല്ലെ? എന്ത് രസമാണ്! ഇവിടെ വന്നു, അറിയാത്ത ഭാഷ പഠിച്ചു, വേറെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കാനായിട്ട് വരെ സജ്ജമായി ആ ഭാഷ പഠിച്ചെടുത്ത ഒരു വ്യക്തി. അതുകൂടാതെ തയ്യൽ മെഷീൻ കൊടുത്തത് ആരാ? ദറക്സയ്ക്ക് ആരാ കൊടുത്തേ? അധ്യാപിക കൊടുത്തു അല്ലേ? ഒരു പിന്നെ എന്താണ്, ഈ തുണി തയ്ക്കുന്ന ആണ് താല്പര്യമുള്ള മേഖല എന്ന് പറഞ്ഞാൽ അതാണ് ഡിപ്ലോമയ്ക്ക് പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ, ഓപ്പൺ കോളേജിൽ ഡിഗ്രിയും ചെയ്യാണ് ദറക്സ. ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? എന്ത് രസമായിട്ടാണ് ദറക്സ ഒരു ജീവിതം നയിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത് അല്ലേ? അപ്പോൾ അധ്യാപികയുടെ കാര്യം കടന്നു വരുന്നുണ്ട് അല്ലേ? അധ്യാപിക ഒരുപക്ഷെ തയ്യൽ മെഷീൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദറക്സ ആ രീതിയിലേക്ക് ചിന്തിക്കില്ലായിരുന്നു. ബാപ്പയെ സഹായിക്കാം, ഒരു ജോലിയായിട്ട് അത് ഏറ്റെടുക്കാമെന്നൊന്നും ആലോചിക്കില്ലായിരുന്നു. പക്ഷെ ടീച്ചർ ആളുടെ കഴിവ് കണ്ടിട്ട് അതങ്ങനെ ചെയ്യാണ് അല്ലേ മക്കളെ? അതൊക്കെയാണ് മനസ്സിലേക്ക് വന്നു. ദറക്സ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ചോദ്യം എന്തായിരുന്നു? ദറക്സയുടെ കൂട്ടുകാരി തിരിച്ചൊരു കത്തയക്കുന്നതിനെ പറ്റി അല്ലേ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീ എനിക്ക് എന്താണ് പ്രചോദനമാണെന്നൊക്കെ പറഞ്ഞ ഒരു കത്തെഴുതാൻ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്കറിയാം എങ്ങനെ എഴുതണ്ടേന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, പിടികിട്ടിയില്ലേ മക്കളെ? ഇതാണ് മലയാളം ഫസ്റ്റിലെ നമ്മുടെ കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? 2 യൂണിറ്റുകളായിട്ട് 4, 3, 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ നോക്കി, നമ്മൾ ആ ചാപ്റ്ററിലൂടെ ഒന്ന് ഓടിച്ചങ്ങനെ കടന്നുപോയി ഇല്ലേ? കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്താ മക്കൾ ചെയ്യണ്ടേ? ചാപ്റ്റർ കൃത്യമായിട്ട് വായിക്കണം, പ്ലസ് നോട്ടുകളും കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ഓണം എക്സാം എന്തായി? സുഖമായിട്ട് എഴുതിയിട്ട് വരാം. ഓക്കെ ആണോ? സെറ്റാണോ? ഡീൽ? ഓക്കെ ആണോ മക്കളെ? ഇനി എന്ത് ചെയ്യണം? വായിക്കണം കേട്ടോ. പിന്നെ അറിയാത്ത എന്തെങ്കിലും പദങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സസിലൂടെ ഒന്നും കൂടി കടന്നു പോവുക, നോട്ടൊക്കെ വായിക്കുക. എന്താണ്, എന്നിട്ട് എന്ത് വന്ന് പറയണം? എളുപ്പമായിരുന്നു മലയാളം എന്ന് പറയണം. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.